ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിശേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കാണ് പരിമാൺവാചക് വിശേഷൻ. എന്താണ് പരിമാൺവാചക് വിശേഷൻ? അതിനു മുമ്പേ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, റൈറ്റ്? ഓക്കെ, എന്താണ് പരിമാൺവാചക് വിശേഷൻ? എന്താ? जो शब्द किसी वस्तु, पदार्थ या चीज की मात्रा बताते हैं. മാത്ര എന്ന് പറഞ്ഞാൽ എന്താ? മെഷർമെന്റ്സ് ആണ്. മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെന്റ്സ് ആണ്. ലേക്കിൻ ഗിനതി മേ നഹി ഹോത്തി. പക്ഷെ എന്താണ്? നമ്പേഴ്സിലല്ല. നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണത്? സംഖ്യാവാചകാണ് എന്നുള്ളത് അല്ലെ? മെഷർമെന്റ് ആണ്, പക്ഷെ അതൊരിക്കലും നമ്പേഴ്സിലല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിമാൺവാചക് വിശേഷൻ അല്ലെ? നിങ്ങൾ ഓൾറെഡി കടയിലേക്ക് പോവാറുണ്ടാവും അല്ലെ? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലെ? പഞ്ചസാര, ഷുഗർ നമ്മൾ വാങ്ങിക്കും. എത്ര പറഞ്ഞിട്ടാ വാങ്ങിക്കുക? 1 കിലോ, kg ആണ് അവിടെ നമുക്ക് മെഷർമെന്റ് വരുന്നത് അല്ലെ? ഇനിയിപ്പം പെട്രോൾ പമ്പ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്രോൾ അടിക്കാറുണ്ട്, ഡീസൽ അടിക്കാറുണ്ട് അല്ലെ? അതൊക്കെ ലിറ്റേഴ്സിലാണ് വരുന്നത്. നമ്മള് സാധാരണ പോയിട്ട് കടയിൽ നിന്ന് പാല് വാങ്ങാറുണ്ട്. എങ്ങനെയാ വാങ്ങാറ്? ഒരു പാല് തരുമോ ചോദിക്കുമോ? നോ. 500 പാക്കറ്റ് ആവാം അല്ലെ? 1 ലിറ്ററിന്റെ പാക്കറ്റ് ആവാം. ലിറ്റർ കണക്കിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു വസ്തുവിന്റെ ഇല്ലെങ്കിൽ എന്താണ്? ഒരു സാധനത്തിന്റെ എന്താ മെഷർമെന്റ് ആണ് പറയുന്നത്. മെഷർമെന്റ് ഒരിക്കലും എന്തിലല്ല? നമ്പേഴ്സിലല്ല, തൂക്കത്തിലാണ്. റൈറ്റ്? നമ്പേഴ്സിൽ വരുന്നത് നമുക്ക് സംഖ്യാവാചകാണെന്ന് ഓർമ്മിക്കണം. जो शब्द कितना, कितनी मात्रा, इसका उत्तर दे तो वह परिमाणवाचक विशेषण है. उदाहरण, थोड़ा पानी, ज्यादा दूध, कम चीनी, बहुत चावल, पर्याप्त समय അല്ലെ? ടൈം. അതിൽ നമുക്ക് എന്താണ്? നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ്. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. സംഖ്യാവാചകിലാണ് നമ്പേഴ്സ് വരിക. പരിമാണവാചകിൽ എപ്പോഴും മെഷർമെന്റ്സ് ആണ്. നമ്പേഴ്സ് ഒരിക്കലും വരില്ല അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ട്രിക്ക് എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനത്തത്? കിത്തന, കിത്തനി, എത്രയെ അല്ലെ? എത്രയാണ് കിട്ടിയത്? എത്ര കിട്ടും അല്ലെ? അതിനെയാണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ കിട്ടുവാണെങ്കിൽ അത് എന്തായി മാറുന്നു? പരിമാൺവാചകായിട്ട് മാറുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ കമ്പാരിസൺ ഇവിടെ നടത്തും അല്ലെ? സംഖ്യാവാചകില് കിത്തന എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പേഴ്സ് ആണ് കിട്ടുക. ഇവിടെ നമ്മുടെ പരിമാൺവാചകിലാണെങ്കിൽ കുറച്ച് കൂടുതൽ, ഇല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ലിറ്റേഴ്സിലായാലും കിലോഗ്രാംസിലായാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് കിട്ടുവാണ്. സോ ദാറ്റ് ഈസ് പരിമാൺവാചക് വിശേഷൻ അല്ലെ? മുझे डैश पानी चाहिए, थोड़ा पानी चाहिए അല്ലെ? उसने कम चावल खाया, അവൻ കുറച്ച് ചോറേ കഴിച്ചുള്ളൂ അല്ലെ? എനിക്ക് കുറച്ച് വെള്ളം വേണം, എനിക്ക് 1 ലിറ്റർ വെള്ളം വേണം. നമ്മള് കടയിൽ പോയിട്ട് ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിക്കാറുണ്ട്. ബിഗ് ബോട്ടിൽസ് ആയിട്ടും അളവ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കാറ്. അപ്പൊ അതൊക്കെ മെഷർമെന്റ്സിലാണ് വരുന്നത് മക്കളെ. സോ ദാറ്റ് ഈസ് പരിമാൺവാചക് വിശേഷൻ. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.